നമസ്കാരം. അന്തംകമ്മികളും സുഡാപ്പികളും ഇന്ന് കണ്ട അയോധ്യ എങ്ങനെയെന്നോർത്ത് നെടുവീർപ്പിടും കേട്ടോ. കാരണം അങ്ങനെ ഒരു കുറിപ്പാണ് ഇതാ വരാൻ പോകുന്നത്. 5 വർഷത്തിന് ശേഷം അയോധ്യയിലേക്ക് വീണ്ടും എത്തിയപ്പോൾ ആ നാടാകെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഫൈസാബാദിൽ നിന്ന് ഇലക്ട്രിക് ബസ് അധികം ബുദ്ധിമുട്ടിക്കാതെ അയോധ്യയിൽ എത്തിച്ചിരിക്കുന്നു. പൊട്ടിപ്പൊളിഞ്ഞ റോഡ് മാറി മേൽത്തരം വീതിയുള്ള വഴി നിർമ്മിച്ചിരിക്കുന്നു. രാംപഥ് എന്നാണ് പുതിയ റോഡിനുള്ള പേര്. കടകൾക്ക് മുൻപിലും ഒരേ മാതൃകയിൽ രാംപഥ് ഉൾപ്പെട്ട ബോർഡുകൾ കാണാൻ കഴിയുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തോക്കേന്തിയ കുറച്ച് പട്ടാളക്കാർ കാവൽ നിൽക്കുന്ന ഒരിടം മാത്രമായിരുന്നു അയോധ്യ എങ്കിൽ മാറിയിരിക്കുന്നു. ചുറ്റും വലിയ ഇരുമ്പ് വേലി. നാട്ടുകാരനായ ഓട്ടോ ഡ്രൈവർ സോനു എന്ന് പറയപ്പെടുന്ന വ്യക്തി പറയുന്നത് ഇത് ബാബറിയുടെ പിന്നിലുള്ള യാത്ര ചെയ്യലാണ് എന്നാണ്. ആ മുൾവേലികളൊക്കെ എപ്പോഴും ഉണ്ട് എന്നാണ്. മസ്ജിദിൻ്റെ അവശിഷ്ടങ്ങളില്ല എന്നുള്ളതാണ്. മുഴങ്ങുന്നത് ജയ് ശ്രീറാം വിളികളും ക്ഷേത്രത്തിൽ നിന്നുള്ള അറിയിപ്പുകളും മാത്രമാണ്. മാറിയിരിക്കുന്നു എന്നുള്ളത് എന്തുകൊണ്ട് അവർ മനസ്സിലാക്കുന്നില്ല. ആകെ ബഹളമയമാണ് ഇപ്പോൾ അയോധ്യ. ആയിരക്കണക്കിന് സന്ദർശകർ ഒറ്റയ്ക്കും തെറ്റയ്ക്കും മന്ത്രി കാണാനെത്തുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട് എന്ന്. റോഡിൽ നിറയെ വഴിവാണി ഭക്കാർ, നെറ്റിയിൽ തൃശൂലവും ജയ് ശ്രീറാം ചിഹ്നവും എഴുതിയ 10 രൂപ വാങ്ങിക്കുന്നവർ, ഹിന്ദു ദൈവങ്ങളുടെ ചിത്രങ്ങൾ വിൽക്കുന്നവർ, കാവിഷാൾ കച്ചവടം ചെയ്യുന്നവർ, ചായ വിൽപ്പനക്കാർ, അങ്ങനെ 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 ഒട്ടനവധി പേർ അയോധ്യയിൽ. ഉള്ളിൽ കയറി രാംലല്ലയെ കാണാം. അകത്തെ പടിയിൽ തകർക്കപ്പെട്ട പള്ളിയെ ഓർത്ത് 2 മിനിറ്റ് നിശബ്ദനായിരിക്കുന്ന കമ്മികളെ കാണാം. നിറയെ രാമഭക്തരാണിപ്പോൾ. ഇടയ്ക്കിടെ ഉച്ചത്തിലുയർന്ന ജയ് ശ്രീറാം വിളിയുടെ ആക്രോശം പലപ്പോഴും ഈ കമ്മികളെ അസ്വസ്ഥപ്പെടുത്തും. ജയ് ശ്രീരാമൻ ആക്രോശത്തിൻ്റെയും ഭക്തിയുടെയും മുഖങ്ങളുണ്ട് എന്ന് അയോധ്യ തെളിയിച്ചിരിക്കുന്നു. ഒരാക്രോശത്തിൻ്റെ പുറത്തുണ്ടായ നിർമ്മിതിയിൽ നിന്ന് ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട എന്ന് മനസ്സ് പറഞ്ഞ് തളർന്നിരിക്കുന്ന സുഡാപ്പികളെ കാണാം. തിരിച്ചിറങ്ങുമ്പോൾ പ്രസാദമുണ്ട്, അതും വാങ്ങി പുറത്തു കടക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പുറത്തേക്കുള്ള വഴിയിൽ ഏതോ പഴയ നിർമ്മിതിയിലെ കല്ലുകൾ അടുക്കി വെച്ച് ഭക്തി പ്രകടിപ്പിച്ചു വച്ചിട്ടുണ്ട്. അവിടെ സംഘർഷകാലത്ത് നിർമ്മിച്ച ചെറിയ പ്രതിഷ്ഠയും നിർമ്മിതിയും അതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുന്നു. ഇപ്പോഴും ആളുകൾ അങ്ങോട്ടുകൂടി തിരിഞ്ഞ് വണങ്ങി പുറത്തേക്ക് പോകുന്നു. അതാണ് അയോധ്യ. ചരിത്രവും വർത്തമാനവും ഉള്ളിലൂടെ ഒരു കൊള്ളിയാൻ മിന്നുന്നത് പോലെ ഇങ്ങനെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ഒരു നെടുവീർപ്പോടെ പുറത്തെത്തുന്ന കമ്മികളെയാണ് എനിക്കവിടെ കാണാൻ കഴിഞ്ഞത്. വലിയ തലപ്പാവും കപ്പടാമീശയും വെച്ച രാജസ്ഥാനികളെയാണ് നമ്മൾ ആദ്യം അടുത്ത് കിട്ടിയത്. ക്ഷേത്രത്തിനകം കണ്ട അനുഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അടിപൊളി ക്ഷേത്രമാണ്, മോദി നന്നായി തന്നെ നിർമ്മിച്ചു, അദ്ദേഹത്തോട് നന്ദിയുണ്ട്, 500 വർഷത്തെ പോരാട്ടത്തിന് ശേഷം ഈ ഒരു മന്ദിർ യാഥാർത്ഥ്യമാകുന്നത് എന്നിങ്ങനെയൊക്കെ അവരുടെ സംസാരങ്ങളുണ്ടാകുന്നു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ നിന്നെത്തിയ യുവാക്കൾ നെറ്റിയിൽ എന്താണ് ജയ് ശ്രീറാം ഇല്ലാത്തത്, അതുണ്ടായാൽ നന്നായനെ എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ കണ്ടവർക്കൊക്കെ അങ്ങനെയൊക്കെ തന്നെ പറയാനുണ്ടായിരുന്നുള്ളൂ എന്ന്. അതാണ് അയോധ്യയുടെ പ്രത്യേകത എന്നുള്ളതാണ്. പണി പാതി പോലും തീരാതെ എന്തിനാണ് ഇത്ര തിടുക്കത്തിൽ രാമക്ഷേത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എന്നതിൻ്റെ ഉത്തരം ഇപ്പോഴത്തെ അയോധ്യ തന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്കുണ്ട് അവിടുത്തെ എത്തുന്ന സന്ദർശകരുടെ ആധിക്യമെന്ന് പറയപ്പെടുന്നത്. കേരളത്തിൽ നിന്നടക്കം രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരെ കണ്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരിടമായി അയോധ്യ മാറുന്നു. ക്ഷേത്രത്തിനകത്ത് നിറയെ തൊഴിലാളികളാണ് ഇപ്പോഴും. പലയിടത്തും JCB മുരണ്ട് നടക്കുന്നുണ്ട്. ഇൻ്റർനെറ്റിൽ ലഭ്യമായ രൂപകൽപ്പനയുടെ അടുത്തുപോലും നിൽക്കുന്നില്ല നിലവിലെ നിർമ്മിതി എന്ന് പറയപ്പെടുന്നത്. ഒരു തിരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ടാണ് ധൃതിപ്പെട്ട് ക്ഷേത്രോദ്ഘാടനം നടത്തിയത് അല്ലെങ്കിൽ മോദി നടത്തിയത് എന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ വ്യക്തമാണ് എന്നുള്ള സുഡാപ്പികളുടെ വാദങ്ങൾ, അന്തംകമ്പികളുടെ വാദങ്ങൾ. എന്നാൽ രാമക്ഷേത്രം ഈ തിരഞ്ഞെടുപ്പിൽ ഒരു വിഷയമായോ എന്നത് BJPയെ ആശങ്കപ്പെടുത്തുന്ന ഒരു ചോദ്യമായി നിലനിൽക്കുന്നുണ്ടോ എന്ന് ഈ സുഡാപ്പികളും അന്തംകമ്പികളും ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച വേളയിൽ തന്നെ BJP മുമ്പോട്ട് വച്ച് 2 തിരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങൾ അല്ലെങ്കിൽ 2 തിരഞ്ഞെടുപ്പ് വാക്യങ്ങളിൽ ഒന്ന് എന്ന് പറയപ്പെടുന്നത് രാമക്ഷേത്രമാണ്. മറ്റൊന്ന് കാശ്മീരിൻ്റെ പ്രത്യേക ഭരണഘടനാ പദവി അനുച്ഛേദ 370 എടുത്തു കളഞ്ഞത്. രണ്ടും ഏതെങ്കിലും തരത്തിൽ മുസ്ലിം വിരുദ്ധമാണ്. മുംബൈയിൽ BJP തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ മോദിയുടെ ചിത്രങ്ങൾക്കൊപ്പം ഇവ രണ്ടും വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതിനെക്കുറിച്ച് BJP വാതോരാതെ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ആ തീരുമാനം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കാശ്മീരിൽ BJP ഇതേക്കുറിച്ച് മിണ്ടുന്നില്ല എന്നുള്ളതാണ് അന്തംകമ്മികളുടെ വാദം. അതുമാത്രമല്ല, കാശ്മീരിലെ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമായിട്ടുള്ള ബാരാമുല്ല, ശ്രീനഗർ, അനന്ത്നാഗ്, രജൌരി എന്നിവിടങ്ങളിൽ BJP സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് പോലും ഇല്ല എന്നുള്ള വാദങ്ങളും പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു അടവ് നയമായിട്ട് അവർ കാണുന്നു. പക്ഷേ കമ്മികൾക്ക് വിശ്വാസം വരുന്നില്ല. രണ്ടാം വിഷയമായ രാമക്ഷേത്രത്തെക്കുറിച്ച് BJP നേതാക്കൾ വലിയ വായിൽ തന്നെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഒരു മാസത്തിനിടെ നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ രാം മന്ദിർ പരാമർശിക്കപ്പെട്ടത് ഏകദേശം 32 തവണയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 40-ലേറെ തവണ രാമൻ കടന്നു വന്നു. മന്ത്രി അമിത്ഷാ ഒരു പടി കൂടി കടന്ന് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ രാമക്ഷേത്രത്തിന് താഴിടുമെന്ന് വരെ പ്രസ്താവന ഇറക്കി.
ബീഹാറിലെ സീതാമാർഹിൽ സീതയ്ക്ക് ക്ഷേത്രം പണിയുമെന്നും പറഞ്ഞു അമിത്ഷാ. കൊണ്ടുപിടിച്ച പ്രചരണങ്ങൾക്കിടെയും രാം മന്ദിർ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ വിഷയമായില്ല എന്നത് എടുത്തു പറയേണ്ടതാണ് എന്നുള്ളതാണ്. വികസിത് ഭാരത്, അബ്കി ബാർ 400 പാർ, ഇത്തവണ 400-ൽ കൂടുതൽ എന്നിങ്ങനെയുള്ള പ്രചരണം ആദ്യഘട്ടത്തിൽ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ BJP മറന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോഴും അന്തംഗമ്മികൾ വിശ്വസിക്കുന്നത്. ഹിന്ദു മുസൽമാൻ, ഖബറിസ്ഥാൻ, ശ്മശാൻ എന്നിങ്ങനെയുള്ള സുരക്ഷിതമായ ബൈനറിയിലേക്ക് കാര്യങ്ങൾ BJP ബോധപൂർവ്വം മാറ്റുകയും ചെയ്തിരിക്കുന്നുവെന്ന് സുഡാപ്പികൾ പറയുന്നു. വോട്ട് ജിഹാദ്, പാകിസ്ഥാൻ മുരീദ്, മംഗല്യസൂത്രം തുടങ്ങി BJP ഏറ്റെടുത്ത സഞ്ചകൾ അതൊക്കെ തന്നെ മുസ്ലിം വിരുദ്ധവും ധ്രുവീകരണ ആശയങ്ങൾ പേർന്നവയുമായിരുന്നുവെന്ന് സുഡാപ്പികൾ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രചരണത്തിൽ ഇത്തവണ സംഘപരിവാർ സജീവമല്ലായിരുന്നതും രാമക്ഷേത്രം വേണ്ടത്ര ആയുധമാക്കാൻ കഴിയാതെ പോയതും എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ പതിറ്റാണ്ടുകളായി തുടരുന്ന പ്രചരണായുധം ക്ഷേത്രം നിർമ്മിച്ച ശേഷവും BJP കൂടെ കൊണ്ട് നടക്കുന്നതിലെ സാങ്കത്യവും അന്തംഗമ്മികളും സുഡാപ്പികളും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷേ UP-യേക്കാൾ കൂടുതൽ അയോധ്യ ചർച്ച ചെയ്യപ്പെടുന്നത് പോലും രാജസ്ഥാനിലാണ് എന്ന് പറയേണ്ടി വരും. രാം മന്ദിറിനടുത്ത് കണ്ട് സംസാരിച്ച മിക്കവരും ഈ രാജസ്ഥാനിൽ നിന്നുള്ളവരായിരുന്നു എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ. കോൺഗ്രസ് നേതാവ് അശോക് ഗെഹ്ലോട്ട് രാമക്ഷേത്ര അനുകൂല നിലപാട് സ്വീകരിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യത്തിനും അയോധ്യ ഉത്തരം തരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ ഫൈസാബാദിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് ഒന്ന് നോക്കൂ. ഏറെ കൗതുകരമായിട്ടുള്ള ചോദ്യമാണ്. ഈ ഫൈസാബാദിൽ ആർ വിജയിക്കും? രാം മന്ദിർ ഉൾക്കൊള്ളുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. രാംലല്ല ഉള്ളതുകൊണ്ട് തന്നെ കോൺഗ്രസും SP-യും മുന്നണിയായി മത്സരിക്കുവാൻ തീരുമാനിച്ച ഇടം കൂടിയാണ്. ഇവിടുത്തെ പോരാട്ടത്തെ രസകരമാക്കിയിരിക്കുന്നത് അതുതന്നെയാണ്. കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ ജയിച്ച BJP-യുടെ സ്ഥാനാർത്ഥി ലല്ലു സിംഗിൻ്റെ ഭൂരിപക്ഷമെന്ന് പറയപ്പെടുന്നത് 67,477 ആകെ പോൾ ചെയ്ത 10,87,420-ൽ 5,29,021% വോട്ടും ലല്ലു സിംഗ് നേടി. SP-യുടെ ആനന്ദ് സെൻ യാദവിന് കിട്ടിയ 4,60,544 വോട്ട്, കോൺഗ്രസിന് 53,386 വോട്ട്. ഇങ്ങനെ തിരഞ്ഞെടുപ്പിൽ നിന്ന് 7.79% വോട്ടാണ് കോൺഗ്രസിന് 2019 തന്നെ ഉണ്ടായതെന്നാണ്. SP സ്വന്തം ബാങ്ക് നിലനിർത്തുകയും വോട്ട് ബാങ്ക് നിലനിർത്തി പഴയ വോട്ടുകൾ കോൺഗ്രസ് തിരിച്ചുപിടിക്കുകയും ചെയ്താൽ മണ്ഡലത്തിൻ്റെ ചിത്രം മാറുമെന്നുള്ള കാര്യം സംശയമില്ല. പക്ഷേ പുതിയ വോട്ടർമാർ എങ്ങനെ ചിന്തിക്കുന്നു എന്നതും നിർണായകമാവുകയാണ്. തൊഴിലില്ലായ്മ പരിഹരിക്കാനാകാത്തതും വിലക്കയറ്റം വിഷയമായതും BJP-ക്ക് തിരിച്ചടി നൽകുന്ന ഘടകങ്ങളാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അടിത്തറയിട്ട ഭൂമികയിൽ BJP തോൽക്കുമോ? ഇങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട്. ലല്ലു സിംഗിനെ തന്നെയാണ് ഇത്തവണയും പക്ഷേ BJP കളത്തിലിറക്കിയിട്ടുള്ളത് തന്നെ. സമാജ്വാദി പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്നതാണെങ്കിൽ 9 തവണ MLA ആയിട്ടുള്ള അവധേഷ് പ്രസാദ്, കൂടാതെ ഇവിടെ BSP മത്സര രംഗത്തുണ്ട് എന്നുള്ളതാണ്. ഈ ഫൈസാബാദിനെ കുറിച്ച് ആലോചിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അന്തംഗമ്മികളും സുഡാപ്പികളും പറയുന്നത് ഫൈസാബാദിലെ മത്സരത്തിൽ ഇന്ത്യ മുന്നണി, അതായത് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒക്കെ പഴയ ചരിത്രത്തിൽ നിന്ന് അവരുടെ വോട്ടുകൾ, ആ വോട്ട് ഷെയർ ഒന്നിച്ച് പിടിക്കാൻ കഴിഞ്ഞാൽ BJP-യെ തോൽപ്പിക്കാമെന്നാണ്. എന്തുകൊണ്ടാണ് ഈ അന്തംഗമ്മികളും സുഡാപ്പികളും രാമക്ഷേത്ര നിർമ്മാണവും രാംലല്ലയും കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നെടുവീർപ്പിടുന്നത് എന്നുള്ളതാണ്. വികസനങ്ങൾ എത്തിനോക്കാത്ത ഇടങ്ങളെന്ന് പറയപ്പെടുന്ന ഈ സ്ഥലങ്ങളിലൊക്കെ വലിയ വികസനങ്ങൾ ഉണ്ടായി എന്ന് ഈ അന്തംഗമ്മികൾ തന്നെ വാദോരാതെ പറഞ്ഞു നടക്കുന്നത് കൊണ്ടൊന്ന് ഒരു കാര്യം മനസ്സിലാക്കുക. എല്ലായിടങ്ങളിലും വികസനം എത്തുന്നുണ്ട്. BJP-യെ തള്ളിപ്പറയുമ്പോഴും വികസനത്തെ തള്ളിപ്പറയാൻ കഴിയാതായി പോകുന്നത് കാഴ്ച കൊണ്ടുള്ള നേട്ടങ്ങളാണ് എന്ന് മനസ്സിലാക്കുവാനെങ്കിലും ഈ അന്തംഗമ്മികൾക്കും സുഡാപ്പികൾക്കും കഴിയട്ടെ. രാമക്ഷേത്രം ഒരു ആയുധമാക്കേണ്ട ആവശ്യം BJP-ക്ക് ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, ഈ സുഡാപ്പികളും അന്തംഗമ്മികളും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് രാമക്ഷേത്രം ഒരു വലിയ ഫാക്ടറായി കൊണ്ടുവരാത്തത്, തിരഞ്ഞെടുപ്പ് ചർച്ചയാക്കി മാറ്റാത്തത്? അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് തന്നെ. രാമക്ഷേത്രം നിർമ്മിക്കുമെന്നുള്ളത് BJP-യുടെ അജണ്ടയായിരുന്നു. അത് നിർമ്മിച്ചു കഴിഞ്ഞു. രാമക്ഷേത്രം നിർമ്മിച്ചതിന് ശേഷം പിന്നെ രാമക്ഷേത്രത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കൂ കമ്മികളെ. അതുകൊണ്ട് വെറുതെ നിങ്ങൾ അയോധ്യയെ കണ്ട് വെള്ളമിറക്കണ്ട. മാത്രമല്ല, അയോധ്യയിൽ നടക്കുന്നത് പോലെയുള്ള വികസന പ്രക്രിയകൾ ഈ നാട്ടിലെമ്പാടും നടക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാത്ത സുഡാപ്പികളും അന്തംഗമ്മികളുമാണ് BJP-ക്കെതിരെ തിരിയുന്നത് എന്നുള്ളതുകൊണ്ട് നിങ്ങളെ ജനങ്ങൾ തള്ളിക്കളയും.